മനുഷ്യൻ രക്ഷിക്കപ്പെടുമ്പോൾ അവന്റെ ആത്മാവിൽ യേശു വരിക, യേശു സിംഹാസനത്തിൽ ഇരിക്കുക, അവിടെ ഇരുന്നുകൊണ്ട് കമാൻഡ് ചെയ്യുക, മകനെ നിന്റെ ജഡത്തെ നിയന്ത്രിക്ക്, നിന്റെ മനസ്സിനെ നിയന്ത്രിക്ക്, നിന്റെ മനസ്സ് രൂപാന്തരപ്പെടുത്ത്. ഈ വചനം കേട്ട് നിന്റെ മനസ്സ് ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് അത് പുതുക്കി രൂപാന്തരപ്പെട്. ഇത് യേശു തൻ്റെ ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ്. എവിടെ നമ്മളത് കേൾക്കൂ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ കൂട്ടി മോറിയ മലയിൽ നീ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്നതല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിനക്ക് സ്നേഹിച്ച് ഞാൻ ഒന്ന് തന്നു, പക്ഷേ ആ തന്നതിനെ നീ എന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി, അതുകൊണ്ട് നീ യാഗം കഴിക്കണം. ഇസഹാക്ക് അബ്രഹാമിനോട് പറഞ്ഞ നമ്മളോട് വല്ലതും പറഞ്ഞെങ്കിൽ നമ്മൾ ഇത് ദൈവമായിരിക്കാൻ, കാരണം നമ്മൾ എത്ര തെളിവുകൾ നിരത്തുമെന്നറിയാം. കാരണം ദൈവം എത്രയോ പ്രാവശ്യം പറഞ്ഞു, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും, നിന്റെ സന്തതി ഈവണ്ണമാകുമെന്ന് നക്ഷത്രങ്ങളെ നോക്കി അവൻ പറഞ്ഞു. 2, കടൽ തീരത്തെ മണൽത്തരി പോലെ ഞാൻ അത് അസംഖ്യമാക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. അതുകൊണ്ട് ഇത് ദൈവമല്ല, ദൈവത്തെ ഒഴിവാക്കിയേനെ. പക്ഷെ അബ്രഹാം ദൈവത്തെ ഒഴിവാക്കിയില്ല. ഭാര്യയോട് പോലും ചർച്ചയ്ക്ക് നിന്നില്ല. കാരണം ഭാര്യ പറയും ഇത് തെറ്റായ എന്തോ സന്ദേശമാണ്. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞു, ഈ വിഷൻ ശരിയല്ല, കാരണം ഇത് മാത്രം ശരിയല്ല. പ്രിയപ്പെട്ടവരെ, ഈ ഭാര്യ സ്ത്രീ എന്ന് പറയുന്ന സാധനം, ഭാര്യ എന്ന് പറയുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, സ്ത്രീ എന്ന് പറയുന്ന സാധനം അവളെ സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ അപകടകാരിയാണ്. ഒരു നല്ല പളുങ്ക് പാത്രം വളരെ വിലയേറിയൊരു ഷെൽഫിൽ, അല്ലെങ്കിൽ വിലയേറിയൊരു സാധനം നമ്മൾ പണം കൊടുത്ത് നമ്മൾ ഷെൽഫിൽ കൊണ്ട് വെക്കാം. ഇതിനെ എടുത്ത് നമുക്ക് തട്ടാനും പൊട്ടിക്കാനൊന്നും പറ്റില്ല. കയ്യിൽ നിന്ന് സാധനം വീണുപോയാൽ വീണുടഞ്ഞ പളുങ്ക് പാത്രം പോലെയാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ ആ ഷെൽഫിലൊക്കെ ഇരിക്കുന്നത് കാണാനൊക്കെ നല്ല ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. പരിധി കൂടുതൽ അതിന് സ്വാതന്ത്ര്യം കൊടുത്താൽ അത് നിന്നെ പൊട്ടിക്കും, നിന്റെ കുടുംബത്തെ പൊട്ടിച്ചു കളയും. ഭാര്യയെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞേ, ഏത് സഹോദരിമാരെക്കുറിച്ച്, അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവർ ബലഹീന പാത്രമാണെന്നാണ്. നിങ്ങൾ സഹോദരിമാർ മിണ്ടുകയെന്ന് എനിക്കറിയാം, സഹോദരന്മാരും മിണ്ടുന്നില്ല. പേടിച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, BP ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ, കരവൈത്തി ഹല്ലേലൂയ പറഞ്ഞേ. ചിലർക്ക് BP ഭയങ്കരം ഹൈ BP ആണ്. കുഞ്ഞെ, നിന്നെ വിളിച്ചത് നീ ഭയപ്പെടാൻ ഒരുവനുണ്ട്, അവനെ മാത്രം നീ ഭയപ്പെട്ടാൽ മതി. നീ ലോകത്തിൽ ആരെയും ഭയപ്പെടേണ്ട, അവനെ നീ ഭയപ്പെടുന്നെങ്കിൽ നിന്റെ ഭയമല്ല അസ്ഥാനത്താണ്. 365 പ്രാവശ്യം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നീ ഭയപ്പെടേണ്ട എന്നാണ്, ഭയപ്പെടേണ്ട എന്നാണ് പറഞ്ഞ ഹല്ലേലൂയ. അപ്പം നമ്മുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു ഫ്രിക്ഷൻ. നമ്മൾ പറയില്ലേ, വീടാണെ തട്ടിമുട്ടി നമ്മുടെ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് തമ്മിലൊരു ഫ്രിക്ഷൻ, തമ്മിലൊരു ഘർഷണം, ഒരു ഉരസൽ നടക്കുന്നുണ്ട്. എന്താ ഉരസൽ? അതുകൊണ്ടാണ് നമ്മുടെ സമാധാനം കെട്ടുപോകുന്നത്. നമ്മുടെ ജഡം പറയും ഇന്നത് ചെയ്യണം, നമ്മുടെ ജഡത്തിന് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ആത്മാവ് പറയുന്നു, മോനെ അത് ചെയ്യരുത്, നീ സ്വയം പരിത്യജിക്കണം, നീ സ്വയം ത്യാഗമായി നിന്റെ തന്നിഷ്ടങ്ങളെ നീ വിട്ടുകളഞ്ഞ് ദൈവത്തിന്റെ ഹിതത്തിന് മുമ്പിൽ നീ മുട്ടുമടക്കണം. ഇല്ല, അവൻ സമ്മതിക്കില്ല. ആര് സമ്മതിക്കില്ല? ജഡം. ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല എൻ്റെ ജഡം ആഗ്രഹിക്കുന്ന തിന്മയാണ് പലപ്പോഴും ചെയ്യുന്നതെന്നാണ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഫ്രിക്ഷൻ ഉണ്ടാകുന്ന മനുഷ്യർക്ക് സമാധാനമില്ല. ജഡം ആഗ്രഹിക്കുന്ന കാര്യം, നിന്റെ ജഡവും നിന്റെ ആത്മാവും തമ്മിലൊരു ഫൈറ്റാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമുക്കൊരു യുദ്ധമുണ്ട്. നമ്മളെന്ന മനുഷ്യന്റെ അകത്തെ ജഡവും നമ്മുടെ അകത്തെ മനുഷ്യനും തമ്മിലൊരു യുദ്ധമുണ്ട്. അതുകൊണ്ടാണ് സമാധാനം കിട്ടാത്തത്. ഇതിൽ ആത്മാവ് ജയിക്കുമ്പോൾ അവൻ ദൈവത്തിന് സബ്മിസീവായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ എത്ര കോടികൾ അത് കൊണ്ടുവരുമെങ്കിലും എനിക്ക് വേണ്ടെന്ന് വെക്കുന്നവൻ അവൻ സമാധാനത്തിൽ ജീവിക്കുകയാണ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. അതുകൊണ്ട് സമാധാനവും സന്തോഷവും ആരാ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത്? ആര് ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെടാൻ കാരണം എന്താ? നമ്മളാരും മിടുക്കരാ, നമ്മളാരും മുട്ടുകുനിക്കാത്തവരാണ്, നമ്മളാരും ആരുടെയും മുമ്പിൽ തലകുനിക്കാത്തവരാ. പക്ഷേ എങ്ങനെ ദൈവത്തിൻ്റെ സന്നിധി തലകുനിപ്പിക്കണമെന്ന് ദൈവത്തിനറിയാം. നിന്റെ ഏറ്റവും ബലഹീനതയായ ആ പോയിന്റിൽ തന്നെ, നിന്റെ ജീവിതത്തിന്റെ ശക്തി കേന്ദ്രമെന്ന് കരുതി ആ വിഷയത്തിൽ തന്നെ ദൈവം നിന്നെ കയറി പിടിച്ച് അവൻ നിന്നെ ഒതുക്കിക്കളയുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പൗലോസ് എന്ന് പറയുന്ന അതിശക്തനായ മനുഷ്യൻ ഒരിക്കൽ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ
സ്വർഗത്തിന്റെ 3-ാം തട്ട് വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ ക്രിസ്തുവിൽ അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചിട്ട് ആ മനുഷ്യൻ പറയുന്നത്, ഞാൻ ദൈവത്തോട്, കർത്താവിനോട് എൻ്റെ ബലഹീനതകൾ മാറ്റാൻ വേണ്ടി ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു. പക്ഷേ അവൻ എന്നോട്, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിൽ എൻ്റെ ശക്തി തികവായി വരുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ പ്രാർത്ഥനയെ നിരസിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ചിലപ്പോഴൊക്കെ ദൈവം നമ്മളെ, അല്ലെങ്കിൽ പലപ്പോഴും നമ്മളെ ദൈവം അങ്ങനെയാണ് തകരാൻ അനുവദിക്കുന്നത്. കാരണം നമ്മുടെ ജഡം തകർന്നാലേ യഥാർത്ഥ സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കുകയുള്ളൂ. ജഡത്തിൽ ആശ്രയിക്കാൻ കഴിയുന്നവനായിരുന്നു പൗലോസ്. പക്ഷെ ജഡത്തിൽ അവൻ ആശ്രയിച്ചില്ല. ആശ്രയിപ്പിക്കാത്ത വണ്ണം ദൈവം അവനെ തകർത്ത് കളയുകയാണ്. ഇവിടെ ഇരിക്കുന്ന സഹോദര, നിന്നെ തകർത്തതിൻ്റെ പിന്നിൽ നിന്നോട് ദൈവം ദുഷ്ടനായതുകൊണ്ടോ ദുഷ്ടഹൃദയമുള്ളവനുമായതുകൊണ്ടല്ല, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. നിന്റെ നന്മയ്ക്കാണെന്ന് ഇന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ, നിനക്ക് ഇന്ന് ദൈവത്തിന് തന്നെ മുട്ടുമടക്കാൻ കഴിയുമെങ്കിൽ നാളെ മുതൽ നീ അത് അനുഭവിക്കാൻ പോവുകയാണ്. നീ ഒരു അശ്വമേധം പോലെ, ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഒരു കുതിരയെപ്പോലെ ലോകത്തിൽ മുഴുവൻ പായാൻ വേണ്ടിയല്ല, ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ അറിയുന്ന കാര്യങ്ങൾ, സാഹചര്യങ്ങൾ ദൈവത്തിന്റെ ഉള്ളിൽ സൃഷ്ടിക്കുകയാണ്. എന്തിനാണ്? നമുക്ക് സ്വയത്തിൽ നടന്നാൽ നമ്മൾ നമ്മുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തും. ജീവിതത്തിൽ നമ്മൾ സ്വയത്തിൽ നടന്നാൽ നമ്മൾക്ക് ജീവിതത്തിൽ എഫക്റ്റീവ് ആകാൻ കഴിയില്ല. എത്രമാത്രം ദൈവത്തിന് വേണ്ടി നമുക്ക് ഉപകാരപ്രദമായി ജീവിക്കുവാൻ കഴിയും. നിന്റെ ജീവകാലം കൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യൻ്റെ രോഗത്തെ നീ പൈസ കൊടുത്ത് ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ നീ കൈവച്ചാൽ രോഗികൾ സുഖപ്പെടാൻ തുടങ്ങും. നീ എത്ര അനാഥശാല നടത്തിയാലും ആരുടെയും മനസ്സ് സാന്ത്വനപ്പെടുകയില്ല. പക്ഷേ നീ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പ്രവചിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും അനേകരുടെ ഹൃദയങ്ങൾ തണുക്കുവാൻ തുടങ്ങുന്നു. അതിനുവേണ്ടിയാണ് ദൈവം നിന്റെ നാവിനെ, യെശയ്യാവ് 50:4 പറയുന്ന പോലെ, നിനക്ക് ശിഷ്യന്മാരുടെ നാവിനെ ദൈവം തന്നിരിക്കുക. എന്തിനാ? വാക്കുകൊണ്ട് നീ അനേകരുടെ മനസ്സിനെ താങ്ങേണ്ടതിന്. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ, കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ, ഒരിക്കൽ കൂടെ ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞേ, യേശുവേ എന്നൊന്ന് വിളിച്ചേ, ഉറക്കെ വിളിച്ചേ, യേശുവേ എന്നൊന്ന് വിളിച്ചേ. ഹല്ലേലൂയ. 5 കാര്യം ഞാൻ പറഞ്ഞു. 6ാമത്തെ കാര്യം, നിങ്ങളും ഞാനും ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് കീഴടങ്ങാതെ സ്വയത്തിൽ ജീവിക്കുമ്പോൾ പിശാചിന് വലിയ സന്ദർഭങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. നമുക്കറിയത്തില്ല, നമ്മുടെ ജീവിതത്തിൽ പിശാചിന് ഒത്തിരി സാന്നിധ്യങ്ങൾ, ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടാവുകയാണ്. 7ാമത്തെ കാര്യം, നിങ്ങളുടെ എൻ്റെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയത് അനുഭവിക്കാൻ കഴിയാതെ പോവുകയാണ്. സ്വയത്തിൽ നടക്കുമ്പോൾ നീ സ്വയം കൊണ്ട് അധ്വാനിക്കുന്നത് കൊണ്ട് നീ ജീവിച്ചോണം. പക്ഷെ നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ നിനക്ക് വേണ്ടി അവൻ ഒരുക്കിയത് നിനക്ക് കാണുവാൻ കഴിയും. 1 കൊരിന്ത്യർ 2:9 പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. റോമാലേഖനം 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും അവൻ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നുവെന്ന് നാം അറിയുന്നുവല്ലോ. സങ്കീർത്തനം 23:1 പറയുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു, തിരുനാമം നിമിത്തം നീതിപാതകളിൽ അവൻ എന്നെ നടത്തുന്നു. പറഞ്ഞ ഹല്ലേലൂയ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, യഹോവ എൻ്റെ ഇടയനാകുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കും എനിക്കും ജീവിതത്തിൽ ദൈവം എത്രയോ നന്മകൾ, അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു. അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു ചെറിയ കാറ്റഗറിയിൽപ്പെട്ടതല്ല. നിങ്ങൾ കാണുന്ന 100 രൂപ നോട്ടല്ല അനുഗ്രഹം. നിങ്ങൾ കാണുന്ന ചെറിയൊരു ജോലിയല്ല നിൻ്റെ അനുഗ്രഹം. നിനക്ക് വേണ്ടി വലുതൊന്ന് ദൈവം കരുതിയിട്ടുണ്ട്. നിനക്ക് വേണ്ടി ദൈവം കരുതിയത്, പ്രൈസ് ദി ലോർഡ്, ദൈവം തൻ്റെ സമ്പത്തിൽ നിന്ന് കൊടുക്കുമ്പോൾ തനിക്ക് യോജിച്ചതേ കൊടുക്കുകയുള്ളൂ. ഒരിക്കൽ അലക്സാണ്ടർ ചക്രവർത്തി വേഷപ്രച്ഛന്നനായി തെരുവിലൂടെ നടന്നപ്പോൾ ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യനോട് തന്നെ വെളിപ്പെടുത്തി, ഞാൻ അലക്സാണ്ടറാണ്, നീ നാളെ രാജധാനിയിൽ വരണം. അവൻ യാചകൻ രാജധാനിയിൽ ചെന്നു. ഒരു വലിയ സ്വർണ്ണ നാണയങ്ങൾ ഇരിക്കുന്ന ഒരു ചാക്കെടുത്തുകൊണ്ട് വെച്ച് നിറച്ച് അവന് വാരിക്കൊടുക്കുകയാണ്. ഈ യാചകൻ അത്ഭുതപ്പെടുകയാണ്. രാജാവേ, അങ്ങ് എനിക്ക് ഇത്രമാത്രം എനിക്ക് തന്നെയാണോ തരുന്നേ? ഇത്രയധികം എനിക്ക് തരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു രാജാവാണ്, ഒരു രാജാവിന് യോജിച്ചതുപോലെ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. നമ്മൾ 10 രൂപ സ്വോത്രക്കാഴ്ച ഇടുമ്പോൾ നമ്മളൊരു പാവപ്പെട്ടവനെ കണ്ടാൽ അവനെ ചേർത്ത് പിടിച്ച് അവനൊരു നേരത്തെ ആഹാരം മാത്രമല്ല കയ്യിൽ പോക്കറ്റിലുള്ളത് എല്ലാം കൂടെ പെറുക്കി കൊടുക്കുന്നതിൻ്റെ കാരണം നിൻ്റെ അകത്തൊരു രാജാവ് ജീവിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. നിൻ്റെ അകത്തൊരു രാജാവ് ഉണ്ടെങ്കിൽ രാജാവിനെ പോലെ കൊടുക്കാൻ കഴിയും. രാജാവ് കൊടുക്കുമ്പോൾ രാജാവിനറിയാം, എനിക്ക് അധികാരമുള്ളവനാണ്, എനിക്ക് ആവശ്യം വന്നാൽ
പണത്തെ സ്വരൂപിച്ചെടുക്കാൻ എനിക്ക് കഴിയുമെന്ന് രാജാവിനറിയാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, കൊടുക്കുന്നവൻ ഒരിക്കലും കുറവ് വരികയില്ല. ഔദാര്യമായി കൊടുക്കണം, സന്തോഷത്തോടെ കൊടുക്കണം. അവനെ ദൈവം ഒരിക്കലും തകർന്നു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ തടയുന്നത് നമ്മുടെ സ്വയത്തിൽ നടക്കുമ്പോഴാണ്. ഇനി നമ്മളെ എന്തിനാണ് ഈ തകർക്കുന്നത്? തകർച്ച, നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ച, നമ്മളെ ദൈവം തകർത്ത് കളയുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. നമ്മളെ ദൈവം പശ്ചാത്താപത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. 2, സബ്മിഷനിലേക്ക്. നമ്മൾ അവന് വിധേയപ്പെടണം, അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കണം, അവൻ്റെ കർത്തൃത്വം ഏറ്റെടുക്കണം എന്ന് അറിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ വിധത്തിൽ നടത്താൻ വേണ്ടിയാണ് ദൈവം നമ്മളെ തകർക്കുവാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ 12:24 ഒന്നുകൂടെ തിരിച്ചു വരാം. കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ. യോഹന്നാൻ 15:16 യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തുവെന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നീ പുറപ്പെടുവിക്കേണ്ട ഫലം നീ പിതാവിനോട് പുത്രൻ്റെ നാമത്തിൽ ചോദിച്ച് അനേകർക്ക് അനുഗ്രഹം വാങ്ങിച്ചു കൊടുക്കണം. അതാണ് നിന്റെ ജീവിതത്തിലെ ഫലം. നീ മറ്റൊരുത്തിന് പരിശുദ്ധാത്മാവില്ലെന്ന് കണ്ടാൽ പരിശുദ്ധാത്മാവിനെ വാങ്ങിച്ചു കൊടുക്കണം. മറ്റൊരുത്തിന് രക്ഷയില്ലെന്ന് കണ്ടാൽ രക്ഷയെ വാങ്ങിച്ചു കൊടുക്കണം. മറ്റൊരുവൻ്റെ ജീവിതത്തിൽ ഡെലിവറൻസ് ആവശ്യമാണെങ്കിൽ നീ അത് ചോദിക്കാൻ നിൽക്കേണ്ട. നിനക്ക് അധികാരമുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. അധികാരത്തോടെ യേശുവിൻ്റെ നാമത്തിൽ ഭൂതം പുറത്തു പോകാൻ നീ കൽപ്പിക്കണം. നീ മരിച്ചവനെ ഉയർപ്പിക്കണം, നീ രോഗിയെ സുഖപ്പെടുത്തണം, നീ ദുഃഖിതനെ ആശ്വസിപ്പിക്കണം, നീ സുവിശേഷം പങ്കുവെക്കണം, നീ കർത്താവിൻ്റെ രാജ്യത്തെ കെട്ടുപണിയണം. ഇതാ നിന്നെ ഫലം അണിയിക്കാൻ വേണ്ടി ദൈവം വിളിച്ചു. കരമൈത്തി ഹല്ലേലൂയ പറഞ്ഞു. ഇത് ചെയ്യാൻ കഴിയണമെങ്കിൽ യു ഷുഡ് ബി ബ്രോക്കൺ. നീ തീർച്ചയായിട്ടും തകർക്കപ്പെട്ടവനായി മാറണം, ഉടയപ്പെട്ടവനായി മാറണം. നീ പൂർണ്ണമായും നിന്റെ ജീവിതത്തിൽ സ്വയം ആശ്രയിക്കാൻ ഒന്നുമില്ല എന്ന് കാണുവാൻ കഴിയുമ്പോഴും ഈ പരീക്ഷ നിൻ്റെ മേൽ വന്നുകൊണ്ടിരിക്കും. നിനക്ക് തകരാൻ തയ്യാറുണ്ടെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ, ഞാൻ കുറച്ച് മുമ്പ് ദീപു ബ്രദർ പറയുന്നത് കേട്ടു, നമുക്ക് സമർപ്പണം ചെയ്യുക, എല്ലാവരും സമർപ്പണം ചെയ്യുക. അപ്പോൾ പണ്ടൊരു അപ്പാപ്പൻ ഇങ്ങനെ നായ്ക്കമ്പറമ്പിലച്ഛനാണെന്ന് തോന്നുന്നു പ്രസംഗിക്കുമ്പോൾ, നിങ്ങളെ തന്നെ സമർപ്പണം ചെയ്യുക. അപ്പോൾ പുള്ളിയുടെ ആകപ്പാടുള്ള ഒരു 5 സെൻറ്റ് സ്ഥലം എഴുതി കൊടുത്തേച്ച് വന്നിരിക്കുക. പുള്ളി തന്നെ ചോദിക്കുക സ്വയം, ഞാനിനി എന്നാ വിട്ടുകൊടുക്കാനാണ് പറയുന്നത്. വിട്ടുകൊടുക്കാൻ സമർപ്പണം ചെയ്യും, വിട്ടുകൊടുക്കാൻ. ഞാനിനി എന്നെ വിട്ടുകൊടുക്കാൻ 5 സെൻറ്റ് സ്ഥലം ആകപ്പാടുള്ളത് മകൻ്റെ പേരിൽ ഉറക്കെ പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നമ്മുടെയും ചിന്ത ഇത് തന്നെ. ഞാൻ എന്നാ വിടാനാ ബ്രദറെ, ഞാൻ എന്നാ വിട്ടുകൊടുക്കാൻ, ഞാൻ എന്നാ സമർപ്പണം ചെയ്യാനാണ് അല്ലേ? എന്നാ സമർപ്പണം ചെയ്യാനുണ്ട്. നിങ്ങളുടെ സ്വയത്തെ അവന് സമർപ്പണം ചെയ്യണം. നിങ്ങളുടെ സ്വയത്തിന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട്. സ്വയത്തിൽ നടക്കണമെന്ന് ആഗ്രഹം. ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ അന്നേരെ പായുകയാ. സ്വയത്തെ അവൻ ആഗ്രഹിക്കുന്നത് നടപ്പാക്കാൻ വേണ്ടി പായുകയാ. എൻ്റെ കൂടെ ഉണ്ടോ? കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് ബാക്കി പാട്. വരുത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. സ്നേഹിത, നിനക്ക് ഇന്ന് ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കാൻ കഴിയുമെങ്കിൽ നിന്നെ ദൈവം എന്നും അനുഗ്രഹിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. അവൻ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. അവൻ മാറാത്തവനാണ്. അതുകൊണ്ടാണ് നീ മുടിഞ്ഞു പോകാതിരിക്കുന്നത് മലാക്കിയുടെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദൈവം തകർക്കുന്നത് നമ്മൾ മച്ചുവേർഡ് ആകാൻ വേണ്ടിയാ, നമ്മൾ പക്വത പ്രാപിക്കാൻ വേണ്ടിയാ, ആത്മീയമായി വളരാൻ വേണ്ടിയാ. തന്നെയല്ല, തൻ്റെ സൂപ്പർ നാച്ചുറൽ മിനിസ്ട്രിയിൽ, തൻ്റെ അത്ഭുതകരമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്നെ ഉപയോഗിക്കാൻ വേണ്ടി കൂടിയാണ് ദൈവം നിന്നെ തകർക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും 99% 100% തകർക്കപ്പെട്ടവരാണ്. കുഞ്ഞുങ്ങൾ തകർന്നിട്ടില്ലായിരിക്കാം, പക്ഷെ അവരെ ആ തകരാത്ത ജീവിതത്തിൽ നിഷ്കളങ്കമായ ബാല്യത്തിൽ തന്നെ അവരെ ദൈവം അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ തകർന്നാൽ മാത്രമേ നിങ്ങളിൽ ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടാൻ തുടങ്ങൂ. നിങ്ങളുടെ സ്വയം, നിങ്ങളുടെ ജഡം, നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങളെ ദൈവത്തിന് സമർപ്പണം ചെയ്താലേ നിങ്ങളിൽ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നടപ്പാക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ വേഗത്തിൽ പോകട്ടെ. നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബ്രേക്ക് ചെയ്യണമെന്ന്, എങ്ങനെ തകർക്കണമെന്ന് ദൈവത്തിന് നന്നായി അറിയാം. ഇതുവരെ തകരാത്ത 75% മാത്രം തകർന്നവരെ 25% കൂടെ തകർത്താലേ ദൈവത്തിന് ഉപയോഗിക്കാൻ തുടങ്ങാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ശുശ്രൂഷകൾ ഇതുവരെ വെളിപ്പെടാത്തതിൻ്റെ കാര്യം, അത്യത്ഭുതകരമായ ദൈവത്തിൻ്റെ അഗ്നിമയമായ ദൈവത്തിൻ്റെ തേജസ്സുള്ള സുവിശേഷം നിന്നിലൂടെ കത്തുന്ന ഒരു തേജസ്സോടെ വെളിപ്പെടാത്തതിൻ്റെ കാരണം 25% നീ തകരാതിരിപ്പാൻ നീ തന്നെ സ്വയം കവചം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന സഹോദര,
നിന്റെ ജീവിതത്തിൽ നീ നിന്റെ മക്കളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിച്ചെറിഞ്ഞു കൊടുക്കുക. അവരെത്ര തകർന്നാലും നീ ഭാരപ്പെടേണ്ട, കാരണം അവരെ പണിയാൻ ദൈവത്തിന് അറിയാം. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. നീ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നീ കവചം കൊണ്ട് അതിന് ചുറ്റും നടന്ന് രക്തം ജയം രക്തക്കോട്ടയെ മറയ്ക്കണമെന്നൊന്നും നീ പ്രാർത്ഥിക്കേണ്ട. കാരണം അതിനെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം അതിനെ തകർത്തിട്ടേ ഉപയോഗിക്കുകയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ജീവിതത്തിൽ തകർന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ തകർക്കാൻ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കരം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ഒരു സന്തോഷകരമായ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ദൈവം എന്തുകൊണ്ടാണ് എന്നെ അതിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ അനുവദിക്കാത്തത്? പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സന്ദർശിക്കുന്നുണ്ട്. കർത്താവ് പല കാര്യങ്ങൾ ഉറപ്പുവരുത്തുകയാണ്. ഇനി നമ്മളെ തകർക്കാൻ ഉപയോഗിക്കുന്ന ടൂളുകൾ എന്താണെന്ന്, എന്താണ് ഉപകരണങ്ങൾ, ആരെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തിനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ദൈവത്തിന് നന്നായി അറിയാം. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തകർക്കപ്പെടുമ്പോൾ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്, ഹൃദയം തകരുന്നതിനെ കുറിച്ചാണ്, പുറത്തെ മനുഷ്യൻ ക്ഷയിക്കുന്നതിനെ കുറിച്ചാണ്, നിന്റെ ജീവിതം മുഴുവൻ തകർന്നു പോകുന്ന അവസ്ഥയിൽ നിനക്കുണ്ടാകുന്ന ഗുണം എന്താ? വെൻ എ പേഴ്സൺ ഈസ് ബ്രോക്കൺ, ഒന്നാമത്തെ കാര്യം, നിനക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് ദൈവം തരികയാണ്. അതായത് നീ ഇതുവരെ കരുതിയത് ഒരു എൻറ്റൈറ്റിൽമെന്റ് മെന്റാലിറ്റിയാണ്. എല്ലാവരും എന്നെ സേവിച്ചോണം, എല്ലാവരും എന്നെ ആദരിച്ചോണം, എല്ലാവരും എനിക്ക് നന്മ ചെയ്തോണം, ഞാൻ വളർത്തിയവർ, ഞാൻ നന്മ ചെയ്തവർ തിരിച്ചെനിക്ക് നന്മ ചെയ്തോണം. ഇതൊരു എൻറ്റൈറ്റിൽമെന്റ് മെന്റാലിറ്റിയാണ്. ഈ പണ്ടൊരു ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്ന, നമ്മുടെ അമ്മച്ചിമാരൊക്കെ അല്ലെങ്കിൽ അപ്പാപ്പന്മാരൊക്കെ പണ്ടത്തെ കാലത്ത് ഈ കൊട്ടയ്ക്കകത്ത് ചേനയും ഒരു 10 മുട്ടയും, നിങ്ങൾക്ക് ഇന്ന് ഞാനത് പറയുമ്പോൾ ചിലർക്ക് നാണമായിരിക്കും. അന്നത്തെ ആ കാര്യത്തെ ബാർട്ടർ സിസ്റ്റത്തെക്കുറിച്ച് പറയുക. ഈ സാധനം കൊണ്ട് അവിടെ പോകും, എന്നിട്ട് ഒരു 10 കിലോ അരിയോ 1 കിലോ ഗോതമ്പോ ഒക്കെ മേടിച്ച് വീട്ടിലോട്ട് വരും. അതേ കൊട്ടയ്ക്കകത്ത് അങ്ങോട്ട് പോകുമ്പോൾ സാധനം, ഇങ്ങോട്ട് വരുമ്പോഴും സാധനം. ബാർട്ടർ സിസ്റ്റമാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചിന്ത, ഒരു നന്മ അങ്ങോട്ട് ചെയ്താൽ ഇങ്ങോട്ട് തിരിച്ചു വേറൊരു നന്മ വേണമെന്നാണ്. ഇതൊരു എൻറ്റൈറ്റിൽമെൻറ്റ് മെൻറ്റാലിറ്റിയാണ്. കുഞ്ഞെ, നീ വലത് കൈ കൊണ്ട് കൊടുക്കുമ്പോൾ നീ കൊടുക്കുന്നത് ദൈവത്തിനാണെന്ന് ഓർത്ത് കൊടുക്കുക. മിണ്ടിയില്ല. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. നീ പാടിയത്, നീ പ്രാർത്ഥിച്ചത്, നീ പ്രവചിച്ചത്, നീ ശുശ്രൂഷിച്ചത്, നീ അധ്യധ്വാനം ചെയ്തത്, നീ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടി ചെയ്തതെന്ന് വണ്ണം നീ ചെയ്യുന്നുവെങ്കിൽ, അവൻ്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുത്താൽ അവനതിന് 100 ഇരട്ടിയായി പ്രതിഫലം നൽകുന്നവനാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. മിണ്ടുന്നില്ല. ഹല്ലേലൂയ പറയാം. ശക്തിയോടെ ഹല്ലേലൂയ പറയാം. നമ്മളിവിടെ ഇരിക്കുന്ന ദൈവത്തിന് ജീവനുള്ളവരാണെന്ന് ബോധ്യപ്പെടുത്താൻ വിധമൊരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ ദൈവം തകർക്കുമ്പോൾ അവൻ്റെ കാഴ്ചപ്പാട് മാറുകയാണ്. നീ ഇനി മുതൽ നിനക്ക് വേണ്ടി ദൈവം നിലനിൽക്കുന്നുവല്ല, നീ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നവനാണെന്ന് തിരിച്ചറിവ് നിനക്കുണ്ടാവുകയാണ്. ദൈവം നിനക്ക് വേണ്ടിയാണെന്നുള്ളതാണ് ബ്രേക്ക് ചെയ്യപ്പെടുന്നതിന് മുമ്പ്, തകർച്ചയുടെ മുമ്പ് മനുഷ്യൻ്റെ ചിന്ത. ദൈവം എനിക്കെല്ലാം ചെയ്യാൻ കടപ്പെട്ടവനാണ്, കാരണം എന്നെ അവനാണ് സൃഷ്ടിച്ചത്, അവനാണ് എന്നെ വിളിച്ചത്, അവനാണ് എന്നെ ഈ നദിയിൽ ഇറക്കി മുക്കിയത്, അവനാണ് എന്നെ ഈ സഭയിൽ കൊണ്ടുവന്നത്, അതുകൊണ്ട് ദൈവം മര്യാദയ്ക്ക് എല്ലാം ചെയ്തോണം. അതൊരു എൻറ്റൈറ്റിൽമെൻറ്റ് മെൻറ്റാലിറ്റിയാണ്. അത് തകർക്കപ്പെടാത്തൊരു മനുഷ്യൻ്റെ അവകാശവാദങ്ങളാണ്. പറഞ്ഞ ഹല്ലേലൂയ. ഒരു തകർന്ന മനുഷ്യനെ നിങ്ങൾക്കറിയാമോ? ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് വന്ന് പറഞ്ഞു, ആ സഹോദരി യാതൊരു കുറ്റവും എന്നോട് ചെയ്തിട്ടില്ല, പക്ഷെ പുള്ളിക്കാരിയുടെ മനസ്സിൽ എന്നോടൊന്ന് ക്ഷമ ചോദിക്കണം തോന്നുകയാണ്. ഞാൻ പറഞ്ഞ, സഹോദരി എന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അപ്പോൾ പുള്ളിക്കാരിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുകയാണ്, എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ സഹോദരിയുടെ മുഖത്തേക്ക് നോക്കി എപ്പോൾ വരും എന്നോട് ക്ഷമ ചോദിക്കാനെന്ന് നോക്കി ഞാൻ നിൽക്കുന്നവനല്ല. കാരണം ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ തിരിഞ്ഞു നിൽക്കുകയാണ്. കർത്താവേ, നീ എൻ്റെ പാപങ്ങൾ മുഴുവൻ, നിങ്ങൾ മിണ്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് യാതൊരു അവകാശവാദവുമില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെല്ലാം എന്തെല്ലാം തെറ്റ് ചെയ്താലും എനിക്ക് നിങ്ങൾ വന്ന് എന്നോട് ക്ഷമ ചോദിക്കണമെന്ന തോന്നൽ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇറ്റ്സ് ആൻ എൻറ്റൈറ്റിൽമെൻറ്റ് മെൻറ്റാലിറ്റി. അത് എൻ്റെ മനസ്സിൽ എനിക്കത് ലഭിക്കണമെന്നുള്ള അർഹതപ്പെട്ട ഒരു കാര്യമാണെന്നുള്ള അവകാശബോധം കൊണ്ടാണ്. അതെൻ്റെ സ്വയം നശിക്കാത്തത് കൊണ്ട് തോന്നുന്നതാണ്. മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കണം. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ആ മനുഷ്യൻ എനിക്കെതിരെ എന്നെ ചീത്തയായി പറഞ്ഞില്ല, മര്യാദയ്ക്ക് ഇവിടെ വന്ന് ക്ഷമ ചോദിക്കട്ടെ എന്ന ചോദ്യം തകർന്ന ഒരു മനുഷ്യന് അവകാശവാദമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല? ശക്തിയോടെ ഹല്ലേലൂയ. ആരും നമ്മളോട് വന്ന് ക്ഷമ ചോദിക്കണമെന്നോ, നമുക്ക് ഉപകാരം ചെയ്യണമെന്നോ, നന്മ ചെയ്യണമെന്നോ, നമ്മളെ ഉയർത്തണമെന്നോ, ഒരു പുകഴ്ചയുടെ വാക്ക് പറയണമെന്നൊന്നും ഒരു തകർന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമില്ല. കാരണം അവൻ്റെ സ്വയം നശിച്ചിരിക്കുക, അവൻ്റെ പുറത്തെ മനുഷ്യൻ മരിച്ചുപോയി.
നിങ്ങൾ ഇന്നലകളിൽ അറിയപ്പെടുന്ന പഴയ പാപം ചെയ്യുന്ന മനുഷ്യൻ മരിച്ചുപോയി, മരിച്ചുപോയി, മരിച്ചുപോയി. കോതമ്പ് മണി തനിയെ ഇരുന്നാൽ അതിൽ നിന്ന് ജീവൻ പുറത്തു വരില്ല. അത് ചാകുന്നുവെങ്കിൽ അതിൽ നിന്ന് വളരെ ഫലം പുറത്തു വരുമെന്ന് ദൈവവചനം പറയുന്നു. എന്തുകൊണ്ടാണ് ഫലം പുറത്തു വരാത്തതെന്ന് മനസ്സിലായോ? നിന്റെ മിയർ പ്രസൻസ്, നീ ഒരിടത്ത് നിന്റെ കാല് കുത്തിയാൽ നിന്റെ സാന്നിധ്യം മതി മനുഷ്യരുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ. അറിയാമോ, നീ മരിച്ചാൽ നിന്നിൽ ജീവൻ യേശുവിൻ്റെ അത് വെളിപ്പെടാൻ തുടങ്ങും. യേശുവിൻ്റെ സാന്നിധ്യം പൈശാചിക ലോകത്തിന് നന്നായി അറിയാം. നിന്നെ കാണുമ്പോൾ അതോ ലോകങ്ങൾ മുഴുവൻ ഇളകുന്നതിൻ്റെ കാര്യം എന്താ? കാരണം നിന്റെ അകത്ത് യേശു ഉണ്ടെന്ന് അവർക്കറിയാം. വേണ്ടുന്നില്ല. നിനക്കെതിരെ മാത്രം എന്താ ആക്രോശങ്ങളും അപവാദങ്ങളും? നിനക്കെതിരെ മാത്രം എന്താ വിരൽ ചൂണ്ടുന്നത്? നിനക്കെതിരെ മാത്രം എന്താ ശത്രു പദ്ധതി ഉണ്ടാക്കുന്ന? ഒറ്റ കാര്യം, നിന്റെ അകത്ത് യേശു ജീവിക്കുന്നത് പൈശാചിക ലോകത്തിന് മനസ്സിലാകും. ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. അവൻ ജീവിക്കുന്നു, എന്നിൽ യേശു ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യം, നമ്മൾ തകർച്ച ബ്രോക്കണാകുമ്പോൾ, ദൈവകരങ്ങളിൽ മുറിക്കപ്പെടുമ്പോൾ, തകർക്കപ്പെടുമ്പോൾ, തകർക്കപ്പെടുമ്പോൾ, തകർന്ന ഹൃദയങ്ങളൊന്ന് കരമുയർത്താവും. ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ല സംഗതി എന്താണ്. വഴിയെ വന്നോളൂ, വടിവെട്ടാൻ പോയിട്ടു. മനസ്സിലായോന്ന് എനിക്കറിയത്തില്ല. ചിലരെല്ലാം യാതൊരു തട്ടും തടവും ഇല്ലാതിരിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ, എന്നെ ഒന്നും ചെയ്യാൻ ദൈവം നിന്നെ വിളിച്ചതാണോ? 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 അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ ദൈവം വിളിച്ചതാണോ? ദൈവം വിളിച്ചിട്ടാണോ? ദേവസ്വമലക്കർ സാർ വിളിച്ചിട്ട് വന്നതാണോ? ദൈവം വിളിച്ചതാണോ അതോ ടോമിച്ചൻ പാസ്റ്റർ വിളിച്ചിട്ട് വന്നതാണോ? ഉറപ്പ് വരുത്തണേ. ടോമിച്ചൻ പാസ്റ്റർ വിളിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് വലിയ തട്ടും തടവൊന്നും. കാരണം എൻ്റെയും ജീവിതം അപകടത്തിലാകുന്നത് നമ്മളും നോക്കണമല്ലോ. ശക്തികളല്ലേ പറഞ്ഞേ. പക്ഷെ വിളിച്ചവൻ ദൈവമാണെങ്കിൽ, വിളിച്ചവന് നിന്റെ പുറത്തെ കോതമ്പ് പണി അഴിയാതെ നിന്നിൽ ജീവൻ വെളിപ്പെടുകയില്ലെന്നും നിന്നെ തമ്പുരാന് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ലെന്നും തമ്പുരാൻ അറിയാം. തൻ്റെ അടുത്ത് വന്ന നിക്കോദേമോസ് യേശുവിനോട് എന്താ പറഞ്ഞ? തല്ല് കിട്ടാതിരിക്കാൻ ഒരു പാളയൊക്കെ കെട്ടിയ പുള്ളി വന്നേ. നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നതെന്നും ദൈവം തന്നോടുകൂടി ഇല്ലെങ്കിൽ ഈ ചെയ്യുന്ന അടയാളങ്ങളൊക്കെ ചെയ്യാൻ കഴിയില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. ഓ അമ്പടാ, ഞങ്ങൾ ആരാ? ഞങ്ങൾ 70 സൻഹദ്രീൻ സംഘത്തിൻ്റെ പ്രതിനിധിയായി മനുഷ്യൻ വന്നിരിക്കുക നിക്കോദേമോസ്. പക്ഷേ യേശു മുഖത്ത് നോക്കി പറഞ്ഞു, കുഞ്ഞെ, സ്വർഗത്തിൽ നിന്ന് ഉയരത്തിൽ നിന്ന് ജനിച്ചാലെന്താ സ്വർഗരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, എത്ര നന്മ നീ ചെയ്താലും യെശയ്യാവിന്റെ 64:6 പറയുന്ന പോലെ നീ ചെയ്യുന്ന നന്മ പ്രവൃത്തികളെല്ലാം കറപുരണ്ട തുണി പോലെയാണ്. നീ വീണ്ടും ജനിച്ചവനാണെങ്കിൽ, നിന്നിൽ ക്രിസ്തുവിന്റെ ജീവനുണ്ടെങ്കിൽ, നീ ചെയ്യുന്നതെല്ലാം ദൈവത്തിന്റെ അവൻ തൻ്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ, ദൈവം ആ നന്മയുടെ ഗ്രന്ഥത്തിൽ അത് എഴുതി വെച്ചിരിക്കുകയാണ്. അതിന് പ്രതിഫലം വിഭജിക്കുവാൻ ബേമാ സീറ്റിങ്കിൽ കർത്താവ് വെളിപ്പെടുന്ന ഒരു നാള് മധ്യാകാശത്തിൽ അവൻ വരാൻ പോവുകയാണ്. ഈ മധ്യ പൗരസ്ത്യ ദേശത്തല്ലേ, ആ സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന, മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ വീക്ഷിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം കുഞ്ഞെ, നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന USA വിസയാണോ അതോ സൗദി അറേബ്യയിലേക്കുള്ള ഞങ്ങളുടെ ജോലിയുടെ കാര്യമാണോ ബ്രദർ പറഞ്ഞത്? നിന്റെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞത് അവൻ വരുന്ന നാളിൽ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി വീണ്ടും പാപം കൂടാതെ പ്രത്യക്ഷനാകുമെന്ന ഒരു തിരുവെഴുത്ത് എബ്രായലേഖനം 9:27-28 നിനക്ക് വായിക്കാൻ കഴിയും. അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു പറ്റം ദൈവത്തിൻ്റെ വിശുദ്ധ ഗണമുണ്ട് ഇവിടെ. അവനെ ചേർക്കാൻ അവൻ മധ്യാകാശത്തിൽ വരും. മധ്യാകാശത്തിൽ വന്ന് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും. എവിടെ നിന്ന് ഇറങ്ങി വരുന്നേ? ഇവിടെ അടുത്ത് ഇവിടെ ഒരു കത്തീഡ്രൽ പള്ളിയോ മറ്റോ ഉണ്ട്. ഇവിടെ ഈ കളക്ടറേറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് മണർകാട് ഒരു പള്ളിയുണ്ട്. ഇവിടെയൊന്നുമല്ല നീ യേശുവിനെ നോക്കിയിരിക്കേണ്ടത്. യേശു വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. യോഹന്നാന്റെ സുവിശേഷം 3:13 സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനും സ്വർഗത്തിലേക്ക് കയറിപ്പോയവനും ഒരുവൻ മാത്രമല്ലോ, അത് കർത്താവായ യേശു എന്ന് വചനം പറയുന്നു. മനുഷ്യന്റെ കൈപ്പണിയായ മന്ദിരങ്ങളിൽ അത്യുന്നതൻ വസിക്കുന്നില്ല എന്ന് അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. 25 മുതൽ ദൈവം വസിക്കുന്നത്
സ്വർഗാദി സ്വർഗങ്ങളിലാണ്. പിന്നെ എന്താ ഇവിടെ യേശു ഉണ്ടെന്ന് പറയുന്നതിൻ്റെ കാര്യം? നമ്മുടെ നടുവിൽ യേശു ഉണ്ടെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ അവൻ ഇവിടെ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാക്കുന്നെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിന്നെ ദൈവം തകർക്കുമ്പോൾ യു ഗെറ്റ് എ ന്യൂ പെർസ്പെക്റ്റീവ്. നിനക്കൊരു പുതിയ വീക്ഷണം ഉണ്ടാവുകയാണ്. നിന്റെ എൻറ്റൈറ്റിൽമെൻറ്റ് മെൻറ്റാലിറ്റി എല്ലാം വിട്ടുകളഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ മുട്ടുമടക്കുക. ഒരവകാശവാദവും എനിക്കില്ല, ഒന്നുമില്ല കർത്താവേ, ഞാൻ ഒന്നിനും യോഗ്യതയുള്ളവനല്ല, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, ഇത്ര നല്ല പ്രൈസ് ദി ലോർഡ്. തകർക്കപ്പെട്ട മനുഷ്യന് ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടാവുകയാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണെന്ന് ഞാൻ കരുതുകയാണ്. എന്നെ കണ്ട ഉടനെ ബ്രദർ ഒന്ന് വിഷ് ചെയ്തില്ല. ആ സഭയുടെ മൂപ്പനാ ജെയിം ബ്രദർ എന്ന് പറയുന്നത്, അങ്ങേരെ എന്നെ കണ്ടപ്പോൾ ഒരു പ്രൈസ് ദി ലോർഡ് പറഞ്ഞില്ല. മറ്റേ പുള്ളിയുടെ മകളുടെ കല്യാണം എന്നെ വിളിച്ചില്ല പുള്ളിക്കാരി. നിന്നെ വിളിക്കണം തന്നെ എത്ര നിർബന്ധം? നീ തകർക്കപ്പെട്ടവനാണ്, ഒരു കല്യാണവും നിന്നെ വിളിക്കണ്ട. എല്ലാവരും നിന്നെ ഉപേക്ഷിക്കണം, എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തണം. നിങ്ങൾ വേണ്ടുന്നില്ലല്ലോ. ആരും നിനക്ക് കൂട്ടായി നിൽക്കരുത്. നിന്നെ ജീവിതത്തിൽ ഒരു മരുഭൂമിയിലേക്ക് കൊണ്ട് തള്ളിയിടണം. എല്ലാവരും ഉപേക്ഷിച്ചു, തന്നെയല്ല മരുഭൂമിയിലാണ്, തീർന്നില്ല, പരീക്ഷയും കൂടെ എൻ്റെ കൂടെ. 40 ദിവസം ഭക്ഷണവും ഇല്ല. എന്നോട് ഉണ്ടോ? എൻ്റെ പൊന്നു ബ്രദറായി, നമ്മളിവിടെ ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കുമ്പോൾ അതിൻ്റെ വിഷമം നമുക്കല്ലേ അറിയത്തുള്ളൂ. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയപ്പെട്ട സഹോദരാ, നിന്നെ ഇങ്ങനത്തെ ഒരു പരിതസ്ഥിതിയിലേക്ക് ദൈവം തള്ളിവിടാൻ പോവുകയാണ്. അപ്പോൾ ബ്രദറെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, എൻ്റെ അവസ്ഥ എന്താവും? നിൻ്റെ അവസ്ഥയാ ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞതായിപ്പോൾ. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. നിന്നെ ആദ്യം തകർത്തിട്ട് ദൈവം പണിയാൻ തുടങ്ങൂ. പഴയതിൻ്റെ അവശിഷ്ടം കൊണ്ട് ദൈവം പണി ആരംഭിക്കില്ല. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരില്ല. നിന്റെ മേൽ വീഞ്ഞ് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം നിന്റെ പഴയ മനുഷ്യനെ ദൈവം കൊന്നിട്ടുണ്ട്. വീഞ്ഞ് 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 കാണുന്നുണ്ടോ? ദീപു ബ്രദറിൽ, പ്രിജു ബ്രദറിൽ, ജിസ് ബ്രദറിൽ, ജിത്തു ബ്രദറിൽ, ഇവിടെ ഇരിക്കുന്ന കർത്താവിൻ്റെ മക്കളിൽ നിങ്ങൾ വീഞ്ഞ് കണ്ടിട്ടുണ്ടോ? വീഞ്ഞ് ഉണ്ടോ? എന്നതാ വീഞ്ഞ്? ഉറക്കെ പറഞ്ഞേ. വല്ല പെന്തിക്കോസുകാരും വന്നൊരു പരീക്ഷ ഇട്ടാൽ നമുക്ക് വല്ല മാർക്കും കിട്ടുമോ? ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. എന്താ വീഞ്ഞ്? വീഞ്ഞ് അഭിഷേകം, പരിശുദ്ധാത്മാവ് അവനിലൂടെ ഫ്ലോ ചെയ്യുകയാണ്. എവിടെയാണ് തടസ്സം? ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളം ഒഴുകുന്നത് ശരിയായിട്ട് പവർഫുള്ളായിട്ട് വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എവിടെയോ ഒരു തടസ്സം കിടപ്പുണ്ടെന്നാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ ഒട്ടും വെള്ളം വരുന്നില്ല. അങ്ങേയറ്റം ടാപ്പ് ഓൺ ചെയ്യുമ്പോൾ അവിടെ ഓണാണ്, പക്ഷേ ഇവിടെ വെള്ളം വരുന്നില്ല. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ നടുക്ക് പൈപ്പിൻ്റെ അകത്ത് എന്തോ ഒരു തടസ്സം വന്നിരിക്കുന്നു. കുഞ്ഞെ, ഈ ഫ്ലോ ചെയ്യാത്തതിൻ്റെ കാരണം പൈപ്പിൻ്റെ അകത്ത് ചെറിയൊരു തടസ്സം വന്നിട്ടുണ്ട്. ഈ തടസ്സം നിൻ്റെ മകനാണ്, നിൻ്റെ മകളാണ്, നീ സ്നേഹിക്കുന്ന നിൻ്റെ വാഹനമാണ്, നീ സ്നേഹിക്കുന്ന നിൻ്റെ ജോലിയാണ്, നീ സ്നേഹിക്കുന്ന നീ സ്നേഹിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തമല്ല നിൻ്റെതാണ്. അത് നീ സ്വയത്തിനു വേണ്ടി സ്നേഹിക്കുന്നതാ. നിൻ്റെ തലമുറ, നിൻ്റെ പ്രസ്റ്റീജ്, നിൻ്റെ ഫെയിം, നിൻ്റെ പ്രശസ്തി, നിൻ്റെ പേര്, നിൻ്റെ പാരമ്പര്യം നിന്നിലൂടെ ഫ്ലോ ചെയ്യാൻ ദൈവത്തിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും നിന്നെ തകർക്കേണ്ടി വരുന്നത്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞു. ഫ്ലോ ചെയ്യണം. നീ എന്നിലൂടെ എന്നിൽ വിശ്വസിക്കും. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ. ഏതാ ദാഹെന്ന് ഞാൻ പറയാം. നിന്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയുടെ സ്നേഹം നീ ദാഹിക്കുന്നില്ലേ? കിട്ടുന്നില്ലല്ലോ ശരിക്കും. നിന്റെ പ്രിയപ്പെട്ടവരുടെ ആദരവ് നീ പ്രതീക്ഷിക്കുന്നില്ലേ? നിന്റെ ജോലിയിൽ ഒരു പ്രൊമോഷൻ, നീ ചെല്ലുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്റെ സത്യസന്ധത കണ്ട് നിന്റെ സുപ്പീരിയർ ഓഫീസർ നിന്നെ മാനിക്കണം. പക്ഷെ നിനക്ക് മാനിക്കപ്പെടുന്നില്ലല്ലോ. നീ നേരോടെ നടന്നിട്ട് അനേകർ നിനക്ക് ശത്രുക്കളാവുകയല്ലേ? നിനക്ക് ഈ ലോകത്തിലെ അധാർമികത കാണുമ്പോൾ നിന്റെ മനസ്സിൽ വേദനയല്ലേ? അതിനെല്ലാം നീ പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു ഭയങ്കര ദാഹം കിടക്കുകയാണ്.
എന്തിനാണ് ഈ ദാഹം? ഈ ദാഹം ശമിപ്പിക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ, കർത്താവായ യേശുവിന്. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിച്ച്. നിന്റെ ജീവിതത്തിൽ നീ ഇത്ര നന്മ ചെയ്തിട്ടും നിന്റെ ജീവിതത്തെ, നിന്റെ ശരീരത്തെ തകർത്തുകൊണ്ട് മറ്റൊരാളെ ഒരുപക്ഷെ നന്മ ചെയ്യാൻ ശ്രമിച്ചിട്ടും നിന്നെ അവർ നോക്കുകുത്തികളാക്കി, നിന്നെ അവൻ ചോദ്യശരങ്ങളാക്കി, നിന്നെ അവൻ ഒറ്റതിരിക്കുമ്പോൾ നിന്റെ മനസ്സ് വേദനിക്കുന്നില്ലേ? കുഞ്ഞെ, നിന്റെ മനസ്സിൻ്റെ അന്തർദാഹങ്ങൾ ദൈവം അറിയുന്നുണ്ട്. നീ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലണം. നിന്റെ ജീവിതത്തിൽ അർഹിക്കുന്ന ശുശ്രൂഷകൾ വെളിപ്പെടാൻ സമയമായിട്ടും ഒരു പ്ലാറ്റ്ഫോം നിനക്ക് വേണ്ടി ഒരുക്കി തരാത്തതിൻ്റെ പേരിൽ വിഷാദമില്ലേ? നിന്റെ ദാഹം ദൈവം കാണുന്നുണ്ട്. നിനക്ക് നിന്റെ സ്വയത്തെ തകർക്കാമോ? എൻറ്റൈറ്റിൽമെൻ്റ് മെൻറ്റാലിറ്റി മാറ്റാമോ? നീ പകരം കർത്താവേ, നിനക്കിഷ്ടമുള്ളതുപോലെ എന്നെ നീ ഉപയോഗിക്കണം. ഇനിയും ഞാൻ തകരാറുണ്ടെങ്കിൽ ഏതെല്ലാം റിലേഷൻഷിപ്പിൽ നിന്ന് ഞാൻ അകലണം, ഏതെല്ലാം വ്യക്തികൾ എനിക്ക് നേരെ വിരൽ ചൂണ്ടണം, ആരെല്ലാം സഹായിച്ചവർ എന്നെ താഴ്ത്തണം, അവർ താഴ്ത്തിക്കോട്ടെ, അവരെന്നെ ഇടിച്ചോട്ടെ, തകർത്തോട്ടെ, ഞാൻ നിന്റെ കരങ്ങളിൽ പണിയപ്പെടുവാൻ കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് ചവിട്ടിക്കുഴയ്ക്കുന്ന പോലെ എന്നെ ഞാൻ വിട്ടുതരിക കർത്താവേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? നിന്നിലൂടെ ഫ്രീ ഫ്ലോ നിന്നിലൂടെ ഉണ്ടാകാൻ പോവുകയാണ്. ഒരു സ്വതന്ത്രമായ, നീ പറയുന്ന വാക്കുകൾ, നിന്റെ നോട്ടങ്ങൾ, നിന്റെ ചലനങ്ങളെല്ലാം യേശു ക്രിസ്തുവിൻ്റേത് മാത്രമായി തീരാൻ പോവുകയാണ്. നീ കാൽ വെക്കുന്ന, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ, നീ ദൃഷ്ടി വെക്കുന്ന വിഷയത്തിൽ നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിക്കാൻ പോവുകയാണ്. നിനക്ക് ലോറി മേടിക്കണമെന്നല്ല ആഗ്രഹം. നിന്റെ ജഡത്തിൽ ജീവിച്ചപ്പോഴാണ് നിനക്ക് ലോറി മേടിക്കണമെന്ന് ആഗ്രഹമുള്ളത്. ഇപ്പോൾ നിന്റെ ആഗ്രഹം കർത്താവിന് വേണ്ടി വേല ചെയ്യാനൊരു വണ്ടി വേണം. കർത്താവ് മിണ്ടുന്നില്ല. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇത് തരും ദൈവം. നീതിമാന്റെ ഹൃദയത്തിലെ ആഗ്രഹം. നീതിമാൻ എന്ന് പറയുന്നതിൻ്റെ കാരണം അവൻ തകർക്കപ്പെട്ടവനാണ്. ഇയ്യോബ് നീതിമാനാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. എനിക്ക് പറയാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ മെസ്സേജ് ചുരുക്കം 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അതിനുശേഷം നമുക്ക് ഒരുമിച്ച് കർത്തദാസിൻ്റെ കൂടെ കർത്താവിനെ ആരാധിക്കാം. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പം നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുകയാണ്. വെൻ യു ആർ ബ്രോക്കൺ, നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നാണ്. ഇതിനു മുമ്പ് എന്നെ എങ്ങനെ ദൈവത്തിന് പ്രസാദിപ്പിക്കാം നോക്കണം ദൈവം. ജെൻസൺ ബ്രദർ രാവിലെ വരുമ്പോൾ എങ്ങനെ എന്നെ പ്ലീസ് ചെയ്യാമെന്ന്, പ്രൈസ് ദി ലോർഡ്, എങ്ങനെ എന്നെ കാണുന്നവർ എങ്ങനെ പ്ലീസ് ചെയ്യണം, അവരെ എല്ലാം എന്നെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, അവരെയൊക്കെ ചെയ്യാൻ വേണ്ടി തക്കവണ്ണം കർത്താവേ അവരെ നീ അനുഗ്രഹിക്കണം. വെൻ യു ആർ ബ്രോക്കൺ, യാതൊരു അവകാശവാദവുമില്ല. നീ ഒരു പാവ ഇവിടെ ഒരു മൂലയ്ക്ക് വന്ന് ഇരിക്കണം. നിനക്ക് വല്ല അവസരം കിട്ടിയാൽ നീ എഴുന്നേറ്റ് മൈക്കൊക്കെ ആയിട്ട് നിന്ന് വിറച്ചുകൊണ്ട് യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. മിണ്ടുന്നില്ല. കരമേറ്റി ഹല്ലേലൂയ പറഞ്ഞേ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞേ. തകർന്നിട്ടില്ലാത്ത ജീവിതമേ, നിന്നെ തകർക്കാൻ ദൈവത്തിൻ്റെ കരം ചലിക്കുകയാണ്. വേഗതയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ സബ്മിസീവായി മുട്ടുമടക്കാൻ തയ്യാറായാൽ നിന്നെ വേഗത്തിൽ ദൈവത്തിന് ഉയർത്താൻ പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് നീ വിലങ്ങുതടിയാകരുത്. നിന്റെ സ്വയത്തെ നശിപ്പിക്ക്, നീ സ്വയം തകരാൻ ശ്രമിക്ക്. ദൈവത്തിൻ്റെ സന്നിധി നിന്റെ അവകാശവാദങ്ങളൊന്നും വേണ്ട. രണ്ടാമത്തെ ഗുണം, നീ തകർന്നാൽ എ ന്യൂ ഫ്രീഡം ഇൻ അവർ സ്പിരിറ്റ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല വികാരങ്ങളുടെ അടിമകളാണ്. ഈ അടിമത്തങ്ങളിൽ നമ്മൾ പുറത്തു വരുന്നത് കുറ്റബോധത്തിൻ്റെ, തിരസ്കരണത്തിൻ്റെ, ആങ്കർ കോപത്തിൻ്റെ, ഫിയർ ഭയത്തിൻ്റെ, ഡൗട്ട് സംശയത്തിൻ്റെ, ഇങ്ങനെ നിരവധിയായ ഇമോഷൻസ് നമ്മുടെ ജീവിതത്തിൽ പല വികാരങ്ങളുടെ അടിമത്തത്തിലാണ്. എന്നാൽ നമ്മൾ തകരുമ്പോൾ ഈ വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിൽ നിന്ന് മാറി നമ്മൾ വളരെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് ആ കുറ്റബോധം മാറി, നമ്മുടെ കോപം വിട്ടുപോയി, നമ്മുടെ വിദ്വേഷവും വൈരാഗ്യവും അസൂയയും ഭിന്നതയും കലക്കവും എല്ലാം വിട്ടുപോയി. നമ്മളിപ്പോൾ ഫ്രീ ആവുകയാണ്. നമ്മൾ തകരുമ്പോൾ നമ്മൾ ഭയങ്കര സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ്. ഫറവോനു ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ശരീരത്തിൽ 3 റിബ്സ്, വാരിയെല്ലുകൾ ഒടിഞ്ഞ അവസ്ഥയിലാണ് കുഞ്ഞുവഞ്ചായൻ്റെ മകൻ നമ്മുടെ കൂട്ടായ്മയിൽ വന്നത്. പക്ഷേ ഇന്ന് അവൻ്റെ വാരിയെല്ലുകൾ തകർന്നിടത്ത് ദൈവം പണിതു തുടങ്ങിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം ആ കുഞ്ഞിനെ മേൽ ചലിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ആ കൊച്ചൊന്ന് കൈ ഉയർത്തി കാണിച്ചേ. എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. കഴിഞ്ഞ ദിവസം വളരെ രോഗിയായ അവസ്ഥയിലാണ് ആ കുഞ്ഞ് വന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തോന്നില്ല, ഒരു അപകടത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ നടുവും നട്ടെല്ലിനോട് ബന്ധപ്പെട്ടും 3 വാരിയെല്ലുകളോട് ബന്ധപ്പെട്ടും വിഷമതയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ ഇരുന്ന് ഒന്നാമത്തെ ഒരു 10-25 കിലോയുള്ള സ്പീക്കർ എടുത്ത് പൊക്കി അവിടെ ഓടിച്ചാടി നടന്ന് അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ല. ദൈവം അദ്ദേഹത്തെ സുഖപ്പെടുത്തിയിരിക്കുകയാണ്.
ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ മാത്രം 2 കരങ്ങൾ ഉയർത്തി കാണിക്കുക. ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ 2 കരങ്ങൾ ഉയർത്തി കാണിക്കുക. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം ആ മകനെ മാനിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ്. ഇരിക്കുക. ഇനി നിങ്ങളുടെ കണ്ണുകൾ നേരെ പുറകിലേക്കൊന്ന് നോക്കാവൂ. ഏറ്റവും പുറകുവശത്ത് ഒരു കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് ഇരിക്കുന്ന ഇപ്പുറത്തെ വശത്ത് എറണാകുളത്ത് നിന്ന് വന്ന ഒരു സഹോദരൻ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. അദ്ദേഹവും എറണാകുളത്ത് നിന്ന് ഓടി നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരികയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ തകർച്ചയും സർവശക്തനായ ദൈവം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ 2 കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. വളരെ ദാഹത്തോടെ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥൻ ഒരു വണ്ടി ഓടിക്കുക. ആ ഓണർ വിദേശത്തു നിന്ന് വന്നു. ഒരാഴ്ചയിൽ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എനിക്കിന്ന് ആരാധനയ്ക്ക് വരാൻ. അപ്പോൾ അദ്ദേഹത്തിന് സമയത്തെ സാഹചര്യത്തെ ദൈവം ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഓടി വരികയാണ് അദ്ദേഹം നമ്മുടെ കൂട്ടായ്മയിലേക്ക്. നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ഈ ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. അവൻ തകർന്ന ഹൃദയങ്ങളെ പണിയുന്നവനാണ്. നിന്റെ തകർച്ചകളിൽ നിന്ന് നീ പുനരുദ്ധരിക്കുമ്പോൾ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാൻ പോവുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഒത്തിരി ചരിത്രങ്ങൾ പറയാൻ സമയമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തകർക്കാൻ ദൈവം അനുവദിക്കുന്നതിൻ്റെ കാരണം, നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകൾ ഉണ്ടാകേണ്ടതിൻ്റെ ഒരു കാരണം നമ്മുടെ റിബല്യനാണ്, നമ്മുടെ പാപമാണ്. നമ്മൾ ദൈവത്തിനെതിരെ മത്സരിക്കുകയാണ്. മത്സരിക്കരുത്, മത്സരിയാകരുത്, ദുരഭിമാനിയാകരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വയം ഒരു പൂജ്യമായി മാറാൻ ശ്രമിക്കുക. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കാൻ പോവുകയാണ്. കഴുത്തിൻ്റെ ഈ വശത്ത് സ്വെല്ലിങ്ങോ വേദനയോ ഉള്ള ആൾ ഒന്ന് കൈ ഉയർത്താവോ? ഇവിടെ ദൈവസുഖം എഴുന്നേറ്റ് നിന്നു. നിങ്ങളെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുകയാണ്. ഞാൻ ഈ പറഞ്ഞ വചനം എൻ്റെ വചനമല്ല, കർത്താവിൻ്റെ വചനമാണ്. നിങ്ങളുടെ ശരീരത്തിന് മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. നിങ്ങളുടെ രോഗത്തെ ദൈവം ക്യാൻസൽ ചെയ്യുകയാണ്. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ജീവിതത്തെ മുഴുവൻ ദൈവസന്നിധിയിൽ തകരാൻ വിട്ടുകൊടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം എന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഞാൻ നിങ്ങളെ നിർബന്ധിച്ചില്ല, ഒറ്റ വാക്ക് പറഞ്ഞതോളൂ, നിങ്ങൾ എഴുന്നേറ്റതാണ്. ഇത് നിങ്ങളുടെ സമ്മതമാണ്. നിങ്ങളിത് സമ്മതിക്കുന്നത് വഴി ദൈവത്തിന് കാര്യങ്ങൾ എളുപ്പമാവുകയാണ്. കാരണം നിൻ്റെ അനുഗ്രഹം തടയപ്പെട്ടതിൻ്റെ കാരണം നീ തകരാൻ മടിക്കുന്നതാണെങ്കിൽ ഇന്ന് നിൻ്റെ തകർച്ചയിലൂടെ വേഗം നിന്നെ ഉയർത്താൻ പോവുകയാണ് ദൈവം. നിൻ്റെ ജീവിതത്തിൽ തകർന്ന ഒരു മനുഷ്യൻ ആരെയും കുറ്റപ്പെടുത്തില്ല, അറിയാവോ? ദാവീദിൻ്റെ ജീവിതത്തിൽ അനേകർക്കെതിരെ വിരൽ ചൂണ്ടാൻ കഴിയുമെങ്കിലും അവൻ ആർക്കുമെതിരെ പരാതി പറഞ്ഞില്ല, വിരൽ ചൂണ്ടിയില്ല. പകരം എൻ്റെ പിഴ, ഇതെൻ്റെ കുറ്റമാണ്, എൻ്റെ പാപമാണെന്ന് അവൻ ഏറ്റെടുക്കുകയാണ്. ഒരു തകർന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ലക്ഷണം അതാണ്. ആരെയും കുറ്റപ്പെടുത്താനില്ല. തനിക്കൊരു വീഴ്ച വന്നാലും ആ ജീവിതത്തിൽ ആ വീഴ്ചകളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മാപ്പ് ചോദിക്കാനും ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാനും മാത്രം അവൻ ആഗ്രഹിക്കുകയാണ്. കരങ്ങളടിച്ചുണർവോടെ ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് തുടർന്ന് പാട്ടുപാടി